ഹായ് ഫ്രണ്ട്സ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ക്രാഫ്റ്റ് ആണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞു ഹോം ഡെക്കോർ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലൊരു പേപ്പർ ബാഗ് കൂടെ വേണം, ബ്രൗൺ കളറിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ ബാഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വളരെ തിന്നായിട്ടുള്ള ഒരു 3 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 3 നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട്, അതായത് 3 ഒരുമിച്ചിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുടിയൊക്കെ പിന്നിടുന്ന പോലെ മടഞ്ഞിടുമല്ലോ, അതുപോലെ ഇതൊന്ന് മടഞ്ഞിടണം. ഇതുപോലെ ഒന്ന് മടഞ്ഞ് താഴെ വരെ എൻഡ് വരെ നമുക്കിതൊന്ന് മടഞ്ഞിട്ട് കൊടുക്കാം. ആ ഒരു സ്പ്രേ ബോട്ടിൽ കവർ ചെയ്യാൻ പാകത്തിൽ നമ്മൾ മടഞ്ഞിടണം. അതായത് മടഞ്ഞ് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര എണ്ണം വേണോ അത്ര എണ്ണം നമ്മൾ മടയണം. അപ്പോൾ എനിക്ക് 2 എണ്ണം മതിയാവും, കുഞ്ഞു സ്പ്രേ ബോട്ടിലല്ലേ. അപ്പോൾ അത് മടയാൻ നമുക്ക് 2 എണ്ണം മതിയാകും. അപ്പോൾ ഞാൻ 2 എണ്ണമാണ് മടഞ്ഞിട്ടെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെങ്കിലാണ് ശരിക്കും ഒട്ടി നിൽക്കുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ഒരു റൗണ്ട് ഒട്ടിച്ചതിന് ശേഷം അത് കട്ട് ചെയ്യണം. അവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് അടുത്ത റൗണ്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പ് വരെ കവർ ചെയ്തെടുക്കണം. നമ്മളിത് ചുറ്റുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ ചെയ്യണം. അല്ലാതെ കട്ട് ചെയ്യാതെ മുകളിൽ വരെ ഒരേ പോലെ ഇങ്ങനെ ചുറ്റി എടുത്തു കഴിഞ്ഞാൽ നീറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഓരോ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത റൗണ്ട് ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് ഏറ്റവും മുകളിൽ വരെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് സ്പ്രേയുടെ ആ ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു ഭാഗം മാത്രമാണ് ഇപ്പം നമുക്ക് കാണുന്നത്, വിസിബിളായിട്ടുള്ളത്. അതൊന്ന് കവറപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ പിസ്താ ഷെല്ല് എടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കാണിക്കുന്നത് ആ പിസ്താ ഷെല്ലും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പിസ്താ ഷെല്ല് ഒരു ഫ്ലവർ പോലെ നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ ഓരോ ഗ്യാപ്പുള്ള പോർഷനിൽ നോക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനൊരു ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു ഗ്രീൻ കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം. അപ്പം ഞാനിവിടെ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ പിസ്താഷ്യയിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളർ കൊടുക്കാം. ആ ഒരു പേപ്പർ ബാഗിന് കളർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ കാണാനാണ് ഭംഗി. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് ഹോം ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുട്ടി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ നിറയെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ക്രാഫ്റ്റ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.